ഇനിയിപ്പം ഞാൻ നന്നായിട്ടൊരു പേപ്പർ കൂടെ അവതരിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം കൊച്ചുപറമ്പലച്ചൻ എന്നെ കുറിച്ച് ഭയങ്കര ഗൗരവമായിട്ടും കായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ എൻ്റെ ഒപ്പം ജീവിച്ച അന്ന് കൊച്ചുപറമ്പലച്ചൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അല്ലേ എൻ്റെ സെക്കൻഡ് ഇയറിൽ. അതെ, അങ്ങനെയൊക്കെയുള്ള ചില അബദ്ധങ്ങൾ നമ്മൾ തമ്മിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവേ ഞങ്ങൾ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു നല്ല കാര്യമാണ്. അങ്ങനൊരു അവസരം നിങ്ങൾ നൽകി. നമ്മുടെ അസോസിയേഷനിൽപ്പെട്ട പിള്ളേർ ഇവിടെ ധാരാളം ഉണ്ട്. കുറേയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി ആലുവയിലേക്ക് വരുമ്പോൾ നിന്നെയൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് അവനൊക്കെ ആലോചിക്കുക ഞാനായിരിക്കുമെന്ന്. അവരൊക്കെ ഞങ്ങളൊക്കെ പെടും. നിങ്ങളുടെ അവിടെയുള്ള ഇവിടുന്ന് പഠിച്ചു പോയ കോട്ടയത്തു നിന്ന് പഠിച്ച അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും അന്വേഷണം നേരുന്നു. അവിടുന്ന് പഠിച്ചുകൂടെ വന്ന് ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് ഇനി സമയം കളയുന്നില്ല, വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നലെ മുതൽ നിങ്ങൾ നവോത്ഥാനത്തിൻ്റെ കോറിഡോറുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഈ സമയം എനിക്ക് തന്ന ഈ വിഷയം എനിക്ക് തോന്നുന്നു ശംഖു അത് ചിന്തിച്ച് തന്നായിരിക്കും. റിവേഴ്സ് എവല്യൂഷൻ, ഒരു പിന്മടക്കം എന്ന ഒരു വിഷയമാണ് എനിക്ക് തന്നത്. ഞാൻ ഇങ്ങനെയാണ് ഏതാണ്ട് അത് പ്ലാൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾ വളരെ ഫിലോസഫിക്കാരാകുമ്പോൾ വളരെ ലോജിക്കലും സിസ്റ്റമാറ്റിക്കും ആയിരിക്കും എനിക്കെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഓർഡർ ഞാൻ ആദ്യം ഒന്ന് പറയുകയാണ്. മാത്രമല്ല അങ്ങനെ പറയുമ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഉറങ്ങാവുന്നത് എന്നുള്ളൊരു ടൈം കൂടി ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ആദ്യം ഒന്ന് നവോത്ഥാനം എന്നാൽ എന്ത്, അതിപ്പോൾ ഇന്നലെ മുതൽ പറയണതാണ് അല്ലേ. നവോത്ഥാനം എന്നാൽ എന്താണെന്ന് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു സുനിൽ പീളയുടെയും പി കെ രാജശേഖരനും ഗാസ്പറൊക്കെ കൂടി അതൊരു വിധം കൊളാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലെങ്കിലും ഞാൻ തുടക്കത്തിന് ഒരു കാര്യം പറയും. പിന്നെ കേരളത്തിലെ നവോത്ഥാനം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ട് ഒന്ന് പറയും. പിന്നെ കേരളത്തിൽ നടന്ന ഈ നവോത്ഥാനത്തിൻ്റെ രൂപവും സാദൃശ്യവും എന്തായിരുന്നു, അത് വാസ്തവത്തിൽ ഒരു യഥാർത്ഥ നവോത്ഥാനമായിരുന്നോ എന്നുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളോടൊപ്പം ആലോചിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ഈ പിന്മടക്കത്തിലേക്ക് കിടക്കുക. അതിനിടയിൽ ചില PPT ചില സാധനങ്ങൾക്ക് ചില സ്റ്റാറ്റിക്സിക്സ് മാത്രം കാണിക്കും. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും അല്ലേ. വാസ്തവത്തിൽ നവോത്ഥാനം എന്ന് പറയുന്ന വാക്ക് എന്തിനെ ഉദ്ദേശിച്ചാണ് ആദ്യം യൂറോപ്പിൽ ഉപയോഗിച്ചു തുടങ്ങിയത്? നവോത്ഥാനം ഏത് കാലഘട്ടത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ഈ ചങ്ങലയൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾക്ക് പറയാമോ? ഈ സാധനമൊക്കെ ഇട്ടിട്ടുള്ള ഇന്നലെയൊക്കെ പറഞ്ഞു കാണില്ലേ നവോത്ഥാനം? ടീച്ചർ പറയും. ടീച്ചർ ഏത് 14-15 നൂറ്റാണ്ടുകളിൽ കണ്ടോ, അവസാനം ഒരു അമ്മച്ചി വേണ്ടു വന്നു. നമ്മളെ പോലെയുള്ള പഴയ മണ്ണ് തന്നെയാടാ മെച്ചം. അപ്പോൾ 14-15 നൂറ്റാണ്ടുകളിൽ മതത്തിൻ്റെ ആധിപത്യത്തിൽ അങ്ങനെ ക്ഷീണിച്ചുറങ്ങിക്കിടന്നിരുന്ന യൂറോപ്പ് ഗ്രീക്ക് റോമൻ സംസ്കാരത്തിലേക്ക് ഒന്ന് പുറകോട്ട് പോയി. അന്നത്തെ കലാസാഹിത്യ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ സംസ്കാരത്തെ ഒന്ന് പുനർനിർണയിക്കാനും പുനർവ്യാഖ്യാനിക്കാനും പരിശ്രമിച്ച് യൂറോപ്പിൻ്റെ ജീവിതത്തിനെ തന്നെ ഒരു പുതിയ ഊടും പാവും നൽകാൻ വേണ്ടിയാണ് ആ നടന്ന വലിയ പ്രസ്ഥാനത്തെയാണ് നമ്മൾ വാച്യാർത്ഥത്തിൽ വളരെ കൃത്യമായ ക്ലിപ്തമായ അർത്ഥത്തിൽ നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അത് നമുക്കറിയാം, ദർശനാത്മകമായ കാലഘട്ടത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളതിനെ പരിശോധിക്കുമ്പോൾ നമ്മളതിനെ കേവലം ഈ 14-15 നൂറ്റാണ്ടുകളിലുണ്ടായ ഒരു ഉണർവിനെക്കുറിച്ച് മാത്രമല്ല നമ്മളതിൽ കാണുന്നത്. നമ്മൾ കാണുന്നുണ്ട് 19-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ പാശ്ചാത്യ നാടുകളിലുണ്ടായ ജാഗരണങ്ങൾ മുഴുവൻ ഇന്ന് ഈ നവോത്ഥാനത്തിൻ്റെ അക്കൗണ്ടിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് റിഫോർമേഷൻ മൂവ്മെൻറ്റ്സ് തന്നെയാണ്. മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ആരംഭിച്ചിട്ട് നടത്തിയ വിപ്ലവം, ആ വിപ്ലവത്തെയും നമ്മൾ മലയാളം ഡിക്ഷണറികളൊക്കെ തപ്പി നോക്കിയാൽ ചിലപ്പോൾ നവോത്ഥാനം എന്നുള്ള പേരിനാൽ അടയാളപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് അതിനൊരു നവോത്ഥാനം എന്ന് ഈ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തെ അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനത്തെ നമ്മൾ എങ്ങനെ റിഫോർമേഷനെ എങ്ങനെ നമുക്കതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഞാനതിനെ കാണുന്നത് സഭാ സംവിധാനത്തെക്കാളും പാരമ്പര്യത്തെക്കാളും ദൈവവചനത്തിനും വിശ്വാസികൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു നീക്കമായിരുന്നു അത്.
വാസ്തവത്തിൽ നവോത്ഥാനത്തിൻ്റെ ചില സ്വഭാവങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഒന്ന്, അതുവരെ റോമിലെ മാർപ്പാപ്പയാണ്, വത്തിക്കാനാണ്, കത്തോലിക്ക സഭയാണ് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സത്യാന്വേഷണത്തിൻ്റെയും പരമമായ ഉത്തരം പറയണമെന്ന് ഉള്ള ഒരു സംസ്കൃതിയെ ലോകം അപ്പാടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ആ സംവിധാനത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ ഒരിക്കലും മാറരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന കത്തോലിക്ക പാരമ്പര്യം തുടർന്നു പോന്നിരുന്ന ആ മധ്യയുഗ കാലഘട്ടത്തിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിന് ശേഷം ഇതാ പറയുകയാണ്, അൽമായരായ ആളുകൾക്കും വചനത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. വചനമാണ് സഭാ സംവിധാനത്തേക്കാൾ പ്രാധാന്യമുള്ളത്. വിശ്വാസികൾക്കും ഹൈറാർക്കിയോടൊപ്പം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞത് ഒരു വലിയ വിപ്ലവമായി തോന്നിയത് കൊണ്ടാണ് അത് ഈ നവോത്ഥാനത്തിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് ഫ്രഞ്ച് വിപ്ലവം. നിങ്ങൾക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ല പേപ്പർ എഴുതി കൊടുക്കാനുണ്ടോ? അത് വെറുതെ ഗ്യാസാണോ ഈ 2 ദിവസം? സാധാരണ ഇതിനൊരു അസൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവൂലേ, ഒരു 10 മാർക്കൊക്കെ കൊടുക്കണ കേസല്ല വെച്ചാ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു ലാഭങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് എഴുതുള്ളൂ. കുറേ പേര് എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ എഴുതും. അപ്പോൾ ഈ കപ്പൂച്ചിങ്ങാർക്ക് ഇത് പരീക്ഷയൊന്നും ഇല്ലായിരിക്കും അല്ലേ? കപ്പൂച്ചിങ്ങാർ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അലഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവർ ഇതിൽ കയറിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് വരുന്ന കപ്പൂച്ചിങ്ങാർ. ഇവിടെ ഉണ്ട്, ഒരു നല്ല മനുഷ്യരാണ്. കപ്പൂച്ചിങ്ങാരായിട്ട് അടുപ്പം വന്നുണ്ട്, തെള്ളത്തൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കറിയാം. ഞാൻ താമസിച്ചിരുന്നത് 7 കൊല്ലം താമസിച്ചിരുന്നത്, ചെറുതായിട്ടൊരു തള്ളാലോ, അവിടെ 8 കൊല്ലം ജീവിച്ചതല്ലേ. അപ്പോൾ ആ ജീവിച്ചിരുന്നത് റിയൂ ദെ മാർത്തീർ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. റിയൂ ദെ മാർത്തീർ എന്ന് പറയുന്ന മോമാത്ര എന്ന് പറയുന്ന, അച്ഛനും അവിടെ പഠിച്ചവർക്ക് എല്ലാവർക്കും എന്നിട്ട് അറിയാം, മുകളിൽ നിന്നുള്ള ബസിലിക്കയിൽ നിന്ന് അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും തല വെട്ടി ആ രക്തം ഒഴുകി താഴേക്ക് ഒഴുകി നോത്രദാം ദ ലോറത്ത് എന്ന് പറയുന്ന പള്ളിയിലാണ് ഞാൻ സേവനം ചെയ്തിരുന്നത്. അതിനെയാണ് റിയൂ ദെ മാർത്തീർ, മാർട്ടേഴ്സിൻ്റെ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിലെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന മൂല്യങ്ങൾ പിന്നീട് ജനാധിപത്യവൽക്കരണത്തിൻ്റെ തന്നെ, ലോകത്തിലെ തന്നെ ഭരണവ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാന മൂലക്കല്ലുകളായിട്ട് മാറ്റിയ ഈ കാര്യവും നവോത്ഥാനത്തിൻ്റെ ആ ചരിത്രത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് എൻലൈറ്റൻമെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ശാസ്ത്രത്തിന്, വ്യക്തിക്ക്, വിവരസാങ്കേതിക വിദ്യയ്ക്ക്, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളിലൂടെ വന്ന മാറ്റങ്ങൾ. ഇങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്ത് വാക്കുപയോഗിക്കുന്നത്, നവോത്ഥാനം. എന്നാൽ ഇനി എന്തായിരുന്നു ഈ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത? നമുക്ക് കണ്ടു, അതിലുള്ളത് ചില പ്രത്യേക മൂല്യങ്ങളാണ്. വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്, ശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്, യുക്തിക്ക് പ്രാധാന്യമുണ്ട്, സത്യത്തിന് പ്രാധാന്യമുണ്ട്, നീതിക്ക് പ്രാധാന്യമുണ്ട്, സമത്വത്തിന് പ്രാധാന്യമുണ്ട്, സാഹോദര്യത്തിന് പ്രാധാന്യമുണ്ട്. ഇതൊക്കെയാണ് വാസ്തവത്തിൽ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ. ഇനി കേരളത്തിൽ നടന്ന നവോത്ഥാനം വാസ്തവത്തിൽ ഈ അർത്ഥത്തിൽ നവോത്ഥാനം എന്ന് വിളിക്കാൻ സാധിക്കുമോ? എനിക്കറിഞ്ഞൂടെ. ഇന്നലത്തെ ചർച്ചകളിൽ ഇങ്ങനൊരു ചർച്ച വന്നിരുന്നോ? ആരെങ്കിലും സൂചിപ്പിച്ചായിരുന്നു. അവരെന്ത് പ്രമേയമാണ് അവതരിപ്പിച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എറണാകുളത്ത് അവിടെ ഉണ്ടായിരുന്ന ടൗൺ ഹാളിലുണ്ടായിരുന്നൊരു ചർച്ചയിൽ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അവിടെ ചില ചിന്തകർ തമ്മിൽ ഇതിനെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് യൂറോപ്പിലുണ്ടായ നവോത്ഥാനവും കേരളത്തിൽ നടന്ന നവോത്ഥാനവും തമ്മിൽ വളരെ വളരെ അന്തരമുണ്ട്. ഒന്ന് 14-15 നൂറ്റാണ്ടുകളിൽ തുടങ്ങി 20-ാം നൂറ്റാണ്ട് വരെ നടന്ന കാര്യമാണെങ്കിൽ കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ കുറേ ആ കാലഘട്ടങ്ങളിലുമായിട്ട് നടന്ന ഒരു സംഭവമാണ്. കാലഘട്ടത്തിൽ തന്നെ വന്ന മാറ്റം വളരെ വ്യത്യാസമാണ്. കാലഘട്ടം മാറുമ്പോൾ തന്നെ ചരിത്രം യാത്ര ചെയ്തതിൻ്റെ സഞ്ചിത സംസ്കാരങ്ങൾ ഈ വലിയ വിപ്ലവത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കും അത് സ്വീകരിക്കുന്ന ജനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഓർക്കാം. എന്നാൽ വാസ്തവത്തിൽ അതിനു മുമ്പ് തന്നെ ഈ ഇന്ത്യയിൽ ഈ നവോത്ഥാനത്തിൻ്റെ ചില വിത്തുകൾ പാകപ്പെട്ടത് നമ്മൾ ഓർക്കുന്നു. അത് 16-17 നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ സാമൂതിരിമാരുടെ ഭരണകാലം, നമ്പൂതിരിമാരുടെ കുത്തകയായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. ആ അവസരത്തിൽ സംസ്കൃതം അവരുടെ മാത്രം ഭാഷയായിരുന്നു. ആ സംസ്കൃതം അവരുടെ ഭാഷയായതുകൊണ്ടും അതിലൂടെ വേദങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് കൊണ്ടും അവർ തന്നെ ഇവിടുത്തെ ഭരണം മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് കൊണ്ടും ആ ഭാഷ സ്വന്തമാക്കാൻ മറ്റാർക്കും സാധിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ ഈ സംസ്കൃതം മറ്റുള്ള എല്ലാവർക്കും സംലഭ്യമാക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയപ്പോൾ തന്നെ വാസ്തവത്തിൽ
എനിക്ക് തോന്നുന്നു കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ഒരു തുടക്കം അവിടെ 16-17 നൂറ്റാണ്ടുകളിലുണ്ട്. എന്നാൽ പിന്നീട് നമ്മളൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞു പോയി കാണണം ഇവിടെ, അതായത് കോളനി വാഴ്ചയോടൊപ്പം ഇവിടെ പലരും വന്നു. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. ഇങ്ങനെയൊക്കെ വന്ന ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇവരെല്ലാം കൊണ്ടുവന്ന എന്താണ്? ഒരു പ്രത്യേകമായ നവീനമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്, പ്രത്യേകമായ ഒരു ന്യായ വ്യവസ്ഥയാണ്, പ്രത്യേകമായ ഒരു വേതന വ്യവസ്ഥയാണ്. അതുപോലെ കാർഷിക പുതിയ രീതികൾ, ഭൂപരിഷ്കരണം, അച്ചടി വിദ്യ, ഭരണവ്യവസ്ഥ എല്ലാം മാറുകയാണ്. ഇങ്ങനെയൊക്കെ മാറിയപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ നവോത്ഥാനം നടന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ സാമൂഹിക മത അനാചാരങ്ങൾക്കെതിരെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പറഞ്ഞതാണെങ്കിൽ ഞാനവിടെ കൂടുതൽ സമയം കളയുന്നില്ല. അതിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ജാതി ചിന്ത, സഞ്ചാര സ്വാതന്ത്ര്യം, അയിത്തം, ക്ഷേത്രപ്രവേശനം, നരഹത്യ, സതി, ബഹുഭാര്യത്വം, അടിമത്വം, ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾക്കെതിരെയായിരുന്നു നമ്മുടെ ഇവിടെ നടന്ന ഈ നവോത്ഥാനത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് സാമൂഹിക മത അനാചാരങ്ങൾക്ക് എതിരെയായിരുന്നു. പ്രസിഡന്റ് അച്ചോ വണക്കം. ഞാൻ ആദ്യം അങ്ങയെ സ്വസ്തി ചൊല്ലിയായിരുന്നു, അങ്ങയുടെ സ്ഥാനം. നമ്മളെല്ലാം ഒരു അസോസിയേഷനിൽ പെട്ടതുകൊണ്ടാണ് ഈ സ്നേഹം കാണിക്കുന്നത്. താങ്ക് യു. ഇനി അത് കഴിഞ്ഞ് ഇതിൻ്റെ വേറൊരു രൂപം എന്ന് പറയുന്നത്, നവോത്ഥാനത്തിൻ്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത്, അത് സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കരം പിരിവ് സമ്പ്രദായം മാറ്റി, ഭൂസ്വത്ത് കൈവശം വയ്ക്കുന്നതും അത് വിനിമയം ചെയ്യുന്നതിലുള്ള അനീതികൾ മാറ്റി, സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് നിയമനത്തിനുണ്ടായിരുന്ന വിവേചനം മാറ്റി, നിയമസഭയിൽ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും അത് പരിമിതപ്പെടുത്തിയത് ശരിയായില്ലെന്നും വോട്ടവകാശം ചിലർക്ക് മാത്രമല്ലെന്നും എല്ലാവർക്കും കൊടുക്കണമെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സാമ്പത്തിക രാഷ്ട്രീയ ഒരു മുഖം കൂടി നവോത്ഥാനത്തിനുണ്ടായിരുന്നു കേരളത്തിലെ. ഇനി മൂന്നാമതായിട്ട് വിദ്യാഭ്യാസ മേഖലയിലൂടെ വന്ന വലിയ മാറ്റമാണ്. അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നിങ്ങൾ കേട്ട് കാണും. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, കല, സാഹിത്യം, പ്രസിദ്ധീകരണം എല്ലാം. അപ്പം ഞാൻ പറയുന്നത് കേരളത്തിലെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ 3 മുഖങ്ങളിലൂടെ, 3 തുറകളിലൂടെ അത് വളർന്നു. ഒന്ന് മതസാമൂഹ്യ രംഗങ്ങളിലുള്ള അനാചാരങ്ങൾക്കെതിരെ, മറ്റൊന്ന് സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിലുള്ള അനീതികൾക്കെതിരെ, 3 വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളൊരു സമത്വത്തിന് വേണ്ടിയുള്ള പരിശ്രമം. ഇങ്ങനെ 3 രീതികളിലൂടെയാണ് കേരളത്തിലെ നവോത്ഥാനം നടന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ നടന്ന നവോത്ഥാനം വാസ്തവത്തിൽ യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതകളായ സത്യം, സമത്വം, നീതി, വ്യക്തിബോധം, ശാസ്ത്രം, യുക്തി, ഇങ്ങനെയുള്ള ആ മൂല്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തപ്പോൾ അത് നടന്നത് മതത്തിൻ്റെയും ജാതിയുടെയും അധീനത്തിൽ ആയിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫ്രാൻസിൽ നടന്ന ഈ വിപ്ലവം അത് ഏറ്റവും കൂടുതൽ നടന്നത് മതത്തിനെതിരെയായിരുന്നു. ഇത് തന്നെയാണ് സെക്യുലറിസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഇന്ത്യൻ സെക്യുലറിസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും യൂറോപ്യൻ സെക്യുലറിസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക, മതത്തെയോ ജാതിയെയോ ഒട്ടും പരിഗണിക്കാതെ അവയെ തൃണവൽഗണിക്കുക മാത്രമല്ല അവയെ പരമാവധി അടിച്ച് തകർത്തതിന് ശേഷം ഈ വ്യക്തിയിൽ കേന്ദ്രീകൃതമാകുന്ന, ശാസ്ത്രത്തിൽ കേന്ദ്രീകൃതമാകുന്ന, യുക്തിയിൽ കേന്ദ്രീകൃതമാകുന്ന ഒരു നവോത്ഥാനമാണ് യൂറോപ്പിൽ നടന്നതെങ്കിൽ കേരളത്തിൽ നടന്നത് എങ്ങനെയായിരുന്നു? അത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എല്ലാ പരിഷ്കാരങ്ങളും, അത് മതരംഗത്തായിക്കൊള്ളട്ടെ, സാമൂഹ്യ രംഗത്തായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ രംഗത്തായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ രംഗത്തുകളായിക്കൊള്ളട്ടെ, ഇതെല്ലാം നടത്തിയത് മതത്തിൻ്റെയും ജാതിയുടെയും നേതാക്കൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ നാരായണ ഗുരു വരുന്നതിന് മുമ്പ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്താൻ 1913 ശ്രമിച്ചെങ്കിലും അത് വിജയിക്കാതെ പോയപ്പോൾ സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഭാരതത്തിൽ, കേരളത്തിൽ ഒരു പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ, ജനകീയ പിന്തുണ കിട്ടണമെങ്കിൽ ഈ നാട് അംഗീകരിക്കുന്ന ഒരു മതനേതാവിൻ്റെ കൂട്ടുപിടിക്കണം. അങ്ങനെയാണ് പിന്നീട് അവർ ഈ SNDP ഒക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുവിനെ വന്ന് കാണുകയും അദ്ദേഹത്തെ പോലുള്ള ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ, മതത്തിൻ്റെ ഒരു വലിയ ക്യാപിറ്റൽ സിംബോളിക് എന്ന് സോഷ്യോളജിയിൽ പറയുന്നത് പോലെ മൂല്യമുള്ള, കുത്തക മൂല്യമുള്ള ആ ഒരു വ്യക്തിയെ ഇതിൻ്റെ മുൻനിരയിൽ നിർത്തിയപ്പോഴാണ് ഈഴവർ പോലും അതിനോട് സഹകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, യൂറോപ്പിൽ നടന്ന നവോത്ഥാനം മതത്തിനും ജാതിക്കും മീതെ, യുക്തിക്കും ശാസ്ത്രത്തിനും മറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നടന്നതെങ്കിൽ
അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ നടന്നത് മതത്തിൻ്റെയും ജാതിയുടെയും കീഴിലായിരുന്നു. മതത്തിൻ്റെയും ജാതിയുടെയും നേതാക്കൾ തന്നെയാണ് ഇവിടെയുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അമരത്ത് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, ഇതിൽ നിന്നുള്ള മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, ഇവിടെ നടന്ന ഈ ഒരുപാട് സമരങ്ങൾ, ഞാനതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ആ സമരങ്ങളെല്ലാം പലപ്പോഴും ഓരോ ജാതിയുടെയും ഓരോ മതത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. മതത്തിൻ്റെയും ജാതി സമുദായങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അതീതമായി അവശത അനുഭവിക്കുന്ന, അനീതി അനുഭവിക്കുന്ന, അസമത്വം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ജനാധിപത്യം കൊണ്ടുവന്ന മൂല്യങ്ങൾക്ക് മുന്നിൽ നിർത്തിക്കൊണ്ടല്ല നമ്മുടെ പലപ്പോഴും ഇവിടെയുള്ള നവോത്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന സമരങ്ങൾ നടന്നിട്ടുള്ളത്. 1932 നടന്ന നിവർത്തന പ്രസ്ഥാനത്തിൽ മാത്രം, അതും നമ്മുടെ കേരളത്തിലെ ഭരണത്തിൻ്റെ നേതൃത്വം മുഴുവൻ തമിഴ് ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു. അതിനെതിരെ മലയാളി മെമ്മോറിയൽ ഉണ്ടാക്കിയപ്പോൾ, നിങ്ങളത് ഇല്ലെങ്കിൽ നോട്ട് ചെയ്യണം, മലയാളി മെമ്മോറിയലൊക്കെ വളരെ നല്ല സാധനമാണ്. ഇപ്പോൾ നമ്മുടെ സെമിനാരിയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കൊക്കെ തട്ടിവിടാം മലയാളി മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ 1932 വെച്ച് കീച്ചണം. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മെച്ചെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും, എവിടെയെങ്കിലുമൊക്കെ തട്ടാൻ പറ്റും. നിവർത്തന പ്രസ്ഥാനത്തിൽ ഇത് പുറത്തേക്ക് റിലേ ചെയ്യുന്നുണ്ട്. ഈ പറയണതൊക്കെ പുറത്തേക്ക് അയറ് പോകണ്ട. ഇല്ലില്ല ഈശ്വര പുലുവാലി, ഞാൻ വളരെ ഫ്രീ ആയിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ അതിൽ നമ്മൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കേരളത്തിലെ നായന്മാരും ഈഴവരെല്ലാവരും ഒരുമിച്ച് നിന്നു. എന്നാൽ അത് കഴിഞ്ഞ് 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ നടന്നപ്പോൾ അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരോക്ഷമായിട്ട് സഹായിച്ചെങ്കിലും ഇത് നയിച്ചത് വാസ്തവത്തിൽ ഡോക്ടർ പൽപ്പുവായിരുന്നു. 1903 പിന്നീട് മെയ് 15 SNDP ഉണ്ടായപ്പോൾ കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും അതുപോലെ ശ്രീനാരായണ ഗുരുവൊക്കെ കൂടി അത് ഈഴവരുടെ സമുദ്ധാരണത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങൾ നോക്കിക്കോ, ഓരോ പ്രസ്ഥാനങ്ങളും വളരുന്നത്, ഓരോ സമരങ്ങളും മുന്നോട്ട് വരുന്നത്, ഓരോ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളിലൂടെ രൂപപ്പെട്ടത് ഏതെങ്കിലും മതത്തിൻ്റെ ജാതിയുടെയോ നേതാക്കളുടെ കീഴിലും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുമായിരുന്നു. 1905 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അത് കീഴാള വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് ഈ കേരളത്തിൽ നടന്ന നവോത്ഥാനം ഒരു യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ആ പേരിന് അർഹമല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇടുങ്ങിയ, അതേസമയം എൻ്റെ ജാതിക്കും ആ ജാതിക്കും, ഈ മതത്തിനും ആ മതത്തിനും ഒരുമിച്ച് ഗുണം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പരസ്പരം വഴക്കടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു എൻ്റെ നീതി, എൻ്റെ സമൂഹത്തിൻ്റെ നീതി, എൻ്റെ സമുദായത്തിൻ്റെ സമത്വം, എന്നുള്ള ഒരു രീതിയിലൂടെയാണ് കേരള നവോത്ഥാനം മുന്നോട്ട് പോയത് എന്ന് ഞാൻ പറയും. അത് അപ്പോഴും അത് സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ അത് പ്രവർത്തിച്ചിട്ടുണ്ട് താൻ. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ ഇതിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ കേരള നവോത്ഥാനത്തെ വാസ്തവത്തിൽ യൂറോപ്പിലെ നവോത്ഥാന പ്രസ്ഥാനമായിട്ട് തുല്യതപ്പെടുത്താൻ സാധിക്കുക എന്നറിഞ്ഞുകൂടാ. എൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ പ്രമേയത്തിൻ്റെ രണ്ടാമത്തെ വശത്തേക്ക് ഞാൻ കടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. വാസ്തവത്തിൽ ഇന്ന് ഒരു പിന്മടക്കം വളരെ വേഗത്തിൽ കേരളത്തിൽ നവോത്ഥാന ചിന്തകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രവണത ഓരോ ദിവസം കഴിയും തോറും കൂടി വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം യൂറോപ്പിൽ, പാശ്ചാത്യ നാടുകളിൽ നടന്നതുപോലെയുള്ള ഒരു നവോത്ഥാനമല്ല കേരളത്തിൽ നടന്നത് എന്ന് തന്നെയാണ്. വാസ്തവത്തിൽ നവോത്ഥാന പരിശ്രമങ്ങളിലൂടെ കേരളത്തിൽ സംഭവിച്ചത് ജാതിയും മതവും കൂടുതൽ ശക്തി പ്രാപിക്കുകയായിരുന്നു. ജാതിയും മതവും സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ കരുക്കളാക്കി മാറുന്ന ഒരു അനുഭവമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ശണ്ട കൂടുന്ന, മുറവിളി കൂട്ടുന്ന, മറ്റുള്ളവനെ പാരവയ്ക്കുന്ന, എന്നിട്ട് തൻ്റെ കാര്യം നേടിയെടുക്കുന്ന ഒരു വർഗീയമായ മുഖം കേരളത്തിലെ നവോത്ഥാന പരിശ്രമങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കില്ല. ഇനി ഈ പിന്മടക്കത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. അതിന് ഞാൻ 3 വശങ്ങൾ നമുക്ക് കാണാം. ആദ്യം തന്നെ
ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമാണെന്ന് നമ്മൾ കരുതുന്ന ഹിന്ദു സമുദായത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. അതിന് സഹായകമായിട്ട് നമ്മുടെ ഹിന്ദു കേരളത്തിലെ ഇവിടുത്തെ ഈ സമൂഹത്തിൻ്റെ ഒരു ഈക്വേഷൻസ് ടോമിൻ കറക്റ്റ്. ഭയങ്കരമായിട്ടോ നീ, ഞാൻ ചിന്തിക്കണത് നീ മുമ്പേ ചെയ്തു കഴിഞ്ഞു. അവനെ ഒന്ന് കൈയടിച്ചേ, ഇത്രയൊക്കെ ബുദ്ധിയുള്ളൊരു പയ്യൻ. മോനെ ഏത് രൂപതയ്ക്ക് വേണ്ടിയാണ്? കാഞ്ഞിരപ്പള്ളി രൂപ. കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിലും ഭയങ്കര സാധനങ്ങളല്ലേ, ഭയങ്കര തലയാണ്. ഇത് അവസാനം വരെ പിടിച്ചു നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 2011 നമ്മൾ സെൻസസ് നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ ഈക്വേഷൻ മനസ്സിലാവും. നമ്മൾ ജാതികളുടെ അടിസ്ഥാനത്തിലുള്ള ജനസംഖ്യയാണ്. ഇത് ഇന്നലെ വല്ലവരും കാണിച്ചതാണോ? അല്ലെങ്കിൽ പിന്നെ അതിനെ പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 26.6% മുസ്ലിംസ് ഇവിടെ ഉണ്ട്. ഈഴവര്, എൻ്റെ കണ്ണ് പിടിക്കണില്ല ശരിക്ക്, 20, ക്രിസ്ത്യൻസ് 19, 25, നായർ 13, 4, വിശ്വകർമ്മ 4, പിന്നെ അലവലാതി ഇങ്ങനെ പോകണു. താഴേക്ക് പോകും തോറും പാവം ബ്രാഹ്മണര് 1.25 ഉള്ളൂ. അതർ അങ്ങനെയൊക്കെ. ഇത് 11 21 വന്നപ്പോ അയ്യോ യെസ് അത് അതിൽ വന്ന മാറ്റം എന്തെങ്കിലും അത് ഒരുമിച്ചാണ്, വേറെ രീതിയിൽ അത് ഇട്ടിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദുസ് 54, മുസ്ലിം 26, അതിലങ്ങനെ നിൽക്കുവാണ്. ക്രിസ്ത്യൻ ഒരല്പം കുറഞ്ഞു ഇല്ലേ? കഴിഞ്ഞ ക്രിസ്ത്യൻ 19 ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിമിന് വലിയ മാറ്റം വന്നിട്ടില്ല, പക്ഷേ അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് അവൈലബിൾ അല്ല. നമ്മളടുത്ത ഇതിലേക്ക് കിടക്കാം, അടുത്ത PPT. ഇനി ഞാൻ പൊതുവേ നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഈ കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് നമുക്ക് എത്ര MLA-മാരുണ്ടെന്നാണ്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോ. ഈ കണക്കനുസരിച്ച് 2016 പിണറായി വിജയൻ്റെ 1ാം സർക്കാർ ക്രിസ്ത്യൻസ് 31 പേരുണ്ട്. 2 സ്ഥലത്തും കൂടിയിട്ടാണ് കേട്ടോ. പോവല്ലേ മോനെ, ഞാനൊന്ന് പറഞ്ഞോട്ടാ. ഈഴവര് 19, മുസ്ലിം 32, നായർ 28. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണ്? 32 മുസ്ലിംസും 31 ക്രിസ്ത്യൻസും കൂട്ടുമ്പോൾ 63 MLA-മാർ 140 ന്യൂനപക്ഷത്തിൻ്റെ വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്, മതന്യൂനപക്ഷത്തെ. എന്നാൽ നായന്മാർ അത്യാവശ്യമുണ്ട്. അവരുടെ ജനസംഖ്യ പ്രപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ അവർ കൂടുതലാണ്. ഈഴവർ 28, 19, ബാക്കിയെല്ലാം ഹിന്ദുസാണല്ലോ. നമുക്ക് അങ്ങനെ കണക്കൂട്ടാം. അടുത്ത ഇതിലേക്ക് കിടക്കാം. എന്നാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഇന്ന് കഴിയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടി ഇട്ടതാ മോനെ, ഒരു ചിത്രമട്ടത്തിൽ. അത് തട്ടിക്കോ, ഒരു സ്റ്റാൻഡേർഡിനുള്ളതാണ്. അടുത്തെടുത്തു, അതും സ്റ്റാൻഡേർഡാണ്. അത് അടുത്തത് ഇതിൽ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ക്രിസ്ത്യൻസ് 30, നേരത്തെ എത്രയുണ്ടായിരുന്നു? 31, ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആരോ പാര വെച്ചതാണ്, അതിൽ കിട്ടിയതിന്. ഈഴവന് 22 ഉണ്ട്, കൂടിയിട്ടുണ്ട്. മുസ്ലിമിന് കൂടിയിട്ടുണ്ട്, ഒരെണ്ണം കൂടിയിട്ടുണ്ട്. 2 കൂട്ടർക്ക് അവിടേക്ക് ഒരെണ്ണം കൂടി. നായർ 27, ഒരെണ്ണം കുറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഒരു കമ്മ്യൂണൽ ചിന്ത വരാൻ വേണ്ടിയാണ് നിങ്ങളെ ഇതിനു വേണ്ടി ഒരുക്കുന്നത്. യെസ്, അടുത്തേലി പോട്ടെ. വേണ്ട, ഇത് ലോക്കൽ ബോഡീസിൻ്റെയാണ്. ലോക്കൽ ബോഡീസിൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്കറിയാം എത്ര പഞ്ചായത്ത് ഓരോ മുന്നണിക്കും കിട്ടിയത്. അതിൽ ഞാൻ ഇനിയിപ്പോൾ നോക്കുന്നത് NDAക്ക് 2020 19 പഞ്ചായത്തുകളാണ് അവർ ഭരിക്കുന്നത്. 19. ഞാൻ അത് മാത്രമേ പറയണുള്ളൂ, ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അടുത്തത്, കാരണം ഹിന്ദു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വാർഡുകളിൽ വരുമ്പോൾ നോക്കിയേ, 1182 വാർഡ് മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ആ അവസരങ്ങളിലെല്ലാം KCBCയിൽ പലപ്പോഴും മെത്രാന്മാർക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കണക്കുകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഈക്വേഷൻസിനെ കുറിച്ച്. ഇനി നിങ്ങളത് 2020 വരുമ്പോൾ ഒന്ന് നോക്കിക്കോ. അല്ലേ, 2016 എന്തായിരുന്നു എന്ന്, 15 എന്തായിരുന്നു എന്ന്. അന്ന് 14 എവിടെയാണ് NDA BJP 20 ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അതിനേക്കാളും ഒരെണ്ണം കുറയുക ചെയ്തത്
അല്ലേ? 2020 BJPയുടെ ഒരു പഞ്ചായത്ത് കുറഞ്ഞു. എന്നാൽ വാർഡ് മെമ്പേഴ്സ് അടുത്ത് അവിടെ നമ്മൾ നോക്കുമ്പോൾ NDAക്ക് 933, അവിടെയും കുറഞ്ഞിട്ടില്ലേ വാർഡ് മെമ്പേഴ്സ്? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മുമ്പത്തിൽ നിന്ന് എടുത്തിട്ട് നോക്കിയേ. പിന്നിലേക്ക് പോകാൻ പറ്റുമോ? ഒന്നുകൂടി പിന്നിലേക്ക് പോകും ഇല്ലേ? 1100 ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ഇലക്ഷനിൽ 2020 അല്ല, സോറി, നേരെ ഓപ്പോസിറ്റാണ് കാണിച്ചത് അല്ലേ? സോറി മറിച്ചാണ് കാണിച്ചത് ഇപ്രാവശ്യം. അതായത് മറ്റതിനേക്കാൾ BJPക്ക് കൂടിയിട്ടുണ്ട് അല്ലേ? 900 ചില്ലാനത്തിൽ നിന്ന് 1000 ചില്ലാനത്തിലേക്ക് അത് ഡെവലപ്പ് ചെയ്തു. സോറി, ഞാൻ ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞത്. ഇനിയുള്ളത് എന്താണ് അടുത്തത്? അതോടെ കിടന്നോട്ടെ. ഇത് മൊത്തം ഇന്ത്യയിൽ ജനസംഖ്യയുടെ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ഒരു കണക്കാണ്. 2011 ഒഫീഷ്യലായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും തന്നെ ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർ പൊതുവെ ബോധം വെച്ച് ഇങ്ങനെ വരുവാണ്. പക്ഷേ എല്ലാവർക്കും കുറവ് തന്നെയാണ്. പക്ഷേ മുസ്ലിംസിന് ഇപ്പോഴും 24 ഉണ്ട്. ഹിന്ദുസിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് നോക്കുമ്പോൾ അവരുടെ 32 നിന്ന് 24 വന്നു. ഹിന്ദുസ് 20 നിന്ന് 16 വന്നു. ക്രിസ്ത്യൻസ് 29 നിന്ന് 15 വന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാം. നമ്മളെപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഒഫീഷ്യൽ ഡാറ്റാസ് വെച്ച് എപ്പോഴും പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, തൽക്കാലം അത് മതി. നമുക്കിന്ന് ഇനി ഇതിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാനിത് പറഞ്ഞത് കേരളത്തെ പോലുള്ളൊരു സമൂഹത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഒരു കാര്യം പറയാനാണ്. കേരളത്തിൽ പോലുള്ളൊരു സമൂഹത്തിൽ ഈ പിന്മടക്കം സാധ്യമാകുന്നത് ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു തരത്തിൽ വളരെ മത്സര്യജനകമായ ഈക്വേഷനാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിന്നാൽ ഇവിടെ കേരളത്തിൽ വാസ്തവത്തിൽ ഒരു ഗവൺമെൻറ് അവർ വിചാരിച്ച ആളുകളെ ഭരണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഹിന്ദു RSS പണ്ഡിതർക്ക്, അവരുടെ അനലിസ്റ്റുകൾക്ക്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിന് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഈ വോട്ട് ബാങ്ക് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് LDFലും UDFലും രണ്ട് സ്ഥലത്തും ഈ രണ്ട് വിഭാഗക്കാരും ഉണ്ട്. പക്ഷേ ഏതിൽ നിന്നാലും ഇവരെ ഹിന്ദുക്കളെ ഈ ഭരണത്തെ കൺട്രോൾ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ ഹിന്ദു ഭരണം ഇവിടെ വരണമെങ്കിൽ ഇസ്ലാം ക്രിസ്ത്യൻ ഭിന്നിപ്പ് നടക്കാതെ ഇവിടെ ഒരു ഹിന്ദു സാമാജികനെ ജയിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. അതിന് ഏറ്റവും വലിയ കാരണം ഇവിടുത്തെയുള്ള ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം നടക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ശക്തമായ RSSനെതിരെയുള്ള പ്രഭാഷണങ്ങളും താഴേക്കിടയിലുള്ള ബോധവൽക്കരണങ്ങളും നടത്തി വരാൻ പോകുന്ന വലിയ വിപത്തിനെ, ഇന്ന് മണിപ്പൂർ നാളെ കേരളം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ അവർ ഇന്നും വളരെ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം RSSനെ കുറിച്ച് ഞാൻ ഡോക്ടറേറ്റ് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ ഇതൊക്കെ നമ്മൾ വളരെ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 2000 തന്നെ ഇവിടെ വന്നപ്പോൾ അന്ന് മുതൽ കാലാകാലങ്ങളിൽ എല്ലാ ബോഡികളിലും പറയുന്നതാണ്. എന്താണ് കേരളത്തിൽ എന്നാണ് ഇത് തുടങ്ങിയത്? കേരളത്തിൽ വാസ്തവത്തിൽ ഈ ഹിന്ദു വർഗീയത, ഈ പിന്മടക്കം ആരംഭിച്ചത് 1942 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 1942 BMS എന്ന് പറയുന്ന ഭാരതീയ മസ്ദൂർ സംഘ് എന്ന് പറയുന്നതിൻ്റെ തെങ്ങാടി കാലിക്കറ്റിൽ 1942 വന്നു. ആ അവസരത്തിൽ തന്നെ ശങ്കർ ശാസ്ത്രി, ഭാസ്കർ റാവു എന്ന് പറയുന്നവർ 1947 വന്നു. മധുക്കർ റാവു ഒക്കെ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് വന്നു. ഇവരെല്ലാം പ്രചാരകന്മാരായിരുന്നു. നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന R ഹരിയെക്കുറിച്ചോ P പരമേശ്വരനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. P പരമേശ്വരനും ഹരിയൊക്കെ മരിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. ഇവരൊക്കെ വലിയ താത്വിക ആചാര്യന്മാരായിരുന്നു. ഇവരാണ് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ച് കേരളത്തിൻ്റെ അവസ്ഥ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള ഹിന്ദുക്കളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇന്നും പറയുന്ന കാര്യം എന്താണ്? മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നാൽ നമുക്കൊരുമിച്ച് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ അതുകൂടെ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ഇവർ 1949 തന്നെ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയിരുന്നു. NSSൻ്റെ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭനെയും
SNDPയുടെ നേതാവായിരുന്ന ശങ്കറിനെയും ഒരുമിച്ച് കൂട്ടി അന്ന് 18 അംഗ സമിതി അവർ രൂപീകരിച്ചു. അതിൽ നമ്മുടെ മദ്യവിരുദ്ധ സമിതിയുടെ ഏറ്റവും വലിയ പ്രചാരകനായിട്ട് എൻ്റെയൊക്കെ സെമിനാരി കാലഘട്ടത്തിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന MP മന്മഥൻ സാറൊക്കെ ഉണ്ടായിരുന്നു, K സുകുമാരനൊക്കെ. അവരൊക്കെ പിന്നീട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോന്നു. ഞാനിനി എങ്ങനെയാണ് ഈ ഹിന്ദുക്കൾ, ഈ ഹിന്ദു വർഗീയത ഈ കേരളത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് 1-2 നിരീക്ഷണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. 1950 ഇവിടെ കേരളത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ, ഹിന്ദുക്കളെ വികാരം ഉണർത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവർ ശബരിമല ക്ഷേത്രത്തിന് തീ വെച്ചായിരുന്നു. നിങ്ങളൊന്നും ജനിച്ചിട്ടില്ല, ഞാനും ജനിച്ചിട്ടില്ല, ഞാൻ 62-ലാണ്. അത് ചില ക്രിസ്ത്യൻ മിഷണറിമാരാണ്, പാതിരിമാരാണ്, പ്രമാണിമാരാണ് ചെയ്തത് എന്നുള്ളൊരു ഭൂകമ്പവും പോലും അന്ന് ഇളക്കി വിട്ടു. പക്ഷേ അതിനോട് ക്രിസ്ത്യാനികൾ വളരെ തണുത്ത പ്രതികരണമാണ് കൊടുത്തത്. അന്നത്തെ അഭിവന്യ പിതാക്കന്മാർ വളരെ ബുദ്ധിപൂർവം ഇതൊരു തന്ത്രമാണെന്ന് മനസ്സിലാക്കുകയും മുൻകൂട്ടി മനസ്സിലാക്കുകയും ആരും അതിനോട് നിഷേധാത്മകമായ രീതിയിൽ പ്രതികരിക്കാതെ ക്രിയാത്മകമായ രീതിയിൽ മാത്രം പ്രതികരിച്ചുകൊണ്ട് അതങ്ങോട്ട് അവസാനിപ്പിച്ചു. അത് പച്ച പിടിച്ചില്ല. എന്നാൽ 1967 മലപ്പുറം ഭൂരിപക്ഷം ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാക്കണമെന്ന് മുസ്ലിങ്ങൾ വാദിക്കാൻ തുടങ്ങി. അത് പച്ച പിടിച്ചു. അന്നാണ് RSS വടക്കേ ഇന്ത്യയിലും വടക്കേ കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ RSSൻ്റെ പ്രവർത്തനം ശക്തി കൂടുതൽ മൈലേജ് ഉണ്ടായത്. പിന്നീട് അവർ വീണ്ടും ഒരു പരിശ്രമം നടത്തിയത് നിലയ്ക്കൽ പ്രശ്നത്തിലായിരുന്നു. അന്നും നമ്മുടെ പിതാക്കന്മാർ വളരെ അവധാനപൂർവം, വളരെ ക്രിസ്തീയമായ രീതിയിൽ അത് ഊതി വീർപ്പിക്കാതെ കരുണാകരനും ഒക്കെ ആയിട്ട് സംസാരിച്ച് വളരെ നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാനുണ്ടായത്. ഇവിടെ എന്നും RSS ശ്രമിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് നമ്മൾ ഓർക്കുണ്ടാവും, കോഴിക്കോട് നമ്മുടെ മദർ തെരേസ സിസ്റ്റേഴ്സിനെയൊക്കെ ഒന്ന് മാന്തിയോക്കി, ഒരു ജോ ബച്ചൻ അടുക്കി കഴിഞ്ഞാൽ കൂടെ ഒന്ന് കാഞ്ഞു, പലതൊക്കെ നോക്കി ഒന്നും ക്ലച്ച് പിടിക്കാത്തതിൻ്റെ കാരണം ഇവിടെ ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ള വലിയൊരു സമൂഹമുണ്ട്. ആ പാരമ്പര്യത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഇവിടുത്തെ മറ്റ് ന്യൂനപക്ഷങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട് എന്നുള്ളതാണ്. ഈ RSSൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലിവിടെ പറയുന്നില്ല. പക്ഷേ കാരണം അത് നമ്മളിന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊന്നും വേണമെങ്കിൽ ഓടിച്ച് കാണിക്കാം. ഹിന്ദുത്വ ഐഡിയോളജി അത് നമ്മുടെ ഒരു സാധനമില്ല, നമുക്കൊന്ന് പറപ്പിച്ചാൽ മതി. അത് വെറുതെ സ്റ്റൈലിന് എടുത്തിന് ഇട്ടാ അടുത്ത് എടുത്തിട്ട്. ഇതൊക്കെയാണ് എൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ ഭയങ്കര സാധനം ഈ സാധനം. നിങ്ങൾ ശാഖയിൽ പോയിട്ടുണ്ടോ? എല്ലാവരും ശാഖയിൽ പോയിട്ടില്ല? എന്ത് മോശമാണ്. ചുറ്റുപാടൊക്കെ ശാഖകളുണ്ടാവില്ലേ? ഇനി അല്ലെങ്കിൽ ആലുവ മണപ്പുറത്തുണ്ട്. നിങ്ങൾ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂടാം. ഞാനവിടെ പോയിരുന്ന വായിക്കണത്. അപ്പോൾ ഇവർ ട്രൗസർ ഇട്ടുള്ള കളികളൊക്കെ ഞാൻ കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ ശാഖയിൽ പോകണം കേട്ടോ. എന്താണ് സംഭവം എന്നൊക്കെ അറിയണം. അതിൽ കൂടരുത്. പിന്നെ അതിൻ്റെ കമ്മിറ്റികൾ ഇങ്ങനെയൊക്കെ പോകണം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇനി അടുത്തേക്ക് ഒന്ന് വിട്ടോ. ഫീലിയിൽ ഇതിൻ്റെയൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇവരോട് ചോദിച്ചാൽ കിട്ടും. എടാ മോനെ അത് എല്ലാവർക്കും കൊടുത്തോളൂ, ആവശ്യമുള്ളവർക്ക് മാത്രം, വെറുതെ കൊടുക്കരുത്, ആവശ്യമുള്ളവർക്ക് മാത്രം. ഫീലിയൽ അസോസിയേഷൻസ് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അത് മറിച്ചോ? അതൊന്നുമല്ല നമ്മുടെ ഫോക്കസ്. ഇതൊന്ന് വായിക്കാൻ പറ്റണം നല്ലതാണ്. ഇവിടുത്തെ ഹൈന്ദവൻ്റെ മനസ്സിൽ ആരാണ് ഹിന്ദു എന്നും ഹൈന്ദവൻ മാത്രമല്ല നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണത്. ഫീസായി പോയിന്ന് എനിക്ക് തോന്നുന്നു. സാധനം പോയിട്ടില്ലായിരിക്കും അല്ലേ? ആരാണ് ഹിന്ദു എന്നുള്ള ചോദ്യം ഞാൻ കുറേ ഇടക്കാലത്ത് ഈ വിഷയങ്ങളുമായിട്ട് പലയിടത്തും പോകുമ്പോൾ 2010-കളിലൊക്കെ ഞാൻ ഓർക്കുന്നു, പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാൻ ഈ സംഘപരിവാറിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. പല കാര്യങ്ങളും ആൾക്ക് അച്ഛൻ ഈ വക പഴയ മൂരാച്ചി കാര്യം പറയാതെ നടക്കുക. എൻ്റെ ഞങ്ങൾ ഒന്ന് മെച്ചപ്പെട്ടോട്ടെ, ഈ BJP ഇവിടെ വന്നാൽ എന്തെങ്കിലും മെച്ചമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ കുറേ വക്കീലുമാരടക്കം കൊടുക്കുള്ള അങ്കമാലിയിൽ വെച്ച് നടന്ന ഒരു വലിയ സമ്മേളനം ഞാൻ ഓർക്കുകയാണ്. 150 പേരുടെ ഇൻ്റലക്ച്വൽസിൻ്റെ. അതിൽ ഞാൻ ഈ വിഷയമൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അച്ഛനിങ്ങനെ അത് പഠിച്ചതുകൊണ്ട് അതിനെ മെക്കെട്ട് കയറണതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ മെക്കെട്ട് കയറിയിട്ട് അതിനെതിരെ ഒരു ഭീകരവാദമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ക്രിസ്തീയമായ രീതിയിലുള്ള മറുപടി അതിന് പറയുന്നുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ കൃത്യമായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ വല്ലയിടത്തൊക്കെ വായിച്ചു കാണും. വായിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പതിയണം. ആരാണ് ഹിന്ദു എന്ന ചോദ്യത്തിനെ സവർക്കർ, VD സവർക്കർ, ഇത് ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ,
4 കാര്യങ്ങൾ. ഒന്ന്, സിന്ധു നദി മുതൽ ഇന്ത്യ സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ദേശത്തെ തങ്ങളുടെ പിതാമഹന്മാരുടെ നാടായും ജന്മസ്ഥലമായും കണക്കാക്കുന്നവർ. നമുക്ക് വിഷമമുണ്ടോ അതിന് കണക്കാക്കാനായിട്ട്? വിഷമമുണ്ടോ ആർക്കെങ്കിലും? വിഷമമുണ്ടായാലും കാര്യമില്ല, അങ്ങനെയാണ്. 2, ഹിമാലയ ശൃംഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 7 നദികളുടെ തടങ്ങളിൽ വസിച്ചിരുന്ന ഹിന്ദു വംശത്തിൻ്റെ രക്തത്തിൽ പങ്കുപറ്റുന്നവർ. നമ്മളെല്ലാവരും നോക്കിയാൽ ഹിന്ദു രക്തത്തിൽ പങ്കുപറ്റിയവരായിരിക്കുമോ? അല്ല. സായിപ്പ് വഴിയുടെ കടന്നു പോയിട്ട് വല്ല കേസ് കിട്ടും വന്ന കേസ് കിട്ടുകയാണ്. ഒരുവിധമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഞാൻ അങ്ങനെയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ ഫിസിയോണമിയൊക്കെ നോക്കിയിട്ട് മണിയാട്ടച്ചനും ഒക്കെ അതിൽ പെട്ടതാണ്. നമ്മളൊക്കെ പഴയ സാധനമാണ്, ഞങ്ങളൊക്കെ പഴയ. പിന്നെ നെടുങ്ങാട്ടച്ചൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ആൾ പൊതുവേ ഈ ഉള്ള ടീമുകൾ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരുവിധം ഹിന്ദു പൂർവികന്മാരെ തപ്പി പോയാൽ അവസാനം നമ്മൾ അവിടെ എത്തും. പിന്നെ ഈ കോട്ടയം രൂപതയുടെ ചിലപ്പോൾ കുറച്ച് ഒരു 1072 ഫാമിലീസ് വന്നത് പല പ്രാവശ്യങ്ങളായിട്ട് വന്നത് ഇല്ലേ, അത് സത്യമാണ്, ഉള്ളക്കറിയാം. നമ്മൾ കാണുമ്പോൾ കാണും. പിന്നെ ചില മുസ്ലിംസിൻ്റെ ഉണ്ട്, അറബ് നാടുകളിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ ഒഴിച്ച് പിന്നെ ഇങ്ങനെയുള്ളവകൾ. 3, ഈ ദേശത്ത് നിലനിന്നതും ഈ ദേശത്തിൻ്റെ അഭിമാനിക്കുന്നതുമായ ഹിന്ദു സംസ്കൃതിയും പൊതുവായ ചരിത്രവും വീരപുരുഷന്മാരും സാഹിത്യശൈലിയും നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവ ആഘോഷങ്ങളും കൂടിച്ചേർന്ന ഹിന്ദു സംസ്കാരം അംഗീകരിക്കുന്നവൻ. 3ാമത്തെ കണ്ടീഷനാണ്. ഇവിടെ നിൽക്കുന്ന ഹിന്ദു സംസ്കൃതി, അതിൻ്റെ പൊതുവായ ചരിത്രം, വീരപുരുഷരെ, സാഹിത്യശൈലി, നിയമം എല്ലാം അനുഷ്ഠിക്കണം. എല്ലാം പറ്റിയെന്ന് വരില്ല, കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പറ്റാം, അല്ലേ, ഒപ്പിക്കാം. 4ാമത്തെ, ഭാരതത്തെ മാതൃഭൂമിയായി മാത്രമല്ല പുണ്യഭൂമിയായി കൂടി കണക്കാക്കുന്നവൻ. ഈ 4ാമത്തെ ഉപാധി അനുസരിച്ച് നമുക്ക് ആർക്കെങ്കിലും ഈ ഭാരതത്തെ പുണ്യഭൂമിയായി കണക്കാക്കാൻ വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. കാരണം ദൈവം സൃഷ്ടിച്ച ഭൂമി എല്ലായിടത്തും പുണ്യല്ലേ, അല്ലേ? പക്ഷെ നമ്മൾ ആ അർത്ഥത്തിൽ പറഞ്ഞാലും RSS വരെ സമ്മതിക്കൂല. അവർ പറയണത് ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മാനസാന്തരപ്പെട്ട ഒരു ഹിന്ദു വിഭാഗത്തിന് സവാർക്കർ. കാരണം മതം മാറ്റം നടത്തിയവർ ആദ്യത്തെ 3 മാനദണ്ഡങ്ങളും പാലിക്കുന്നവരാണെങ്കിലും ഭാരതത്തെ അവർ പുണ്യഭൂമിയായി കാണുന്നില്ല. അവരുടെ വിശുദ്ധ നാട് വിദൂരസ്ഥമായ അറേബ്യയിലോ അല്ലെങ്കിൽ പലസ്തീനയിലോ ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ RSSകാരുടെ VD സവർക്കർ എന്ന് പറയുന്ന വ്യക്തി, അവരുടെ താത്വിക ആചാര്യനായ ആൾ. ഇനി എങ്ങനെയാണ് നമ്മൾ അഹൈന്ദവരായ ആളുകൾ ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ഗോൽവൽക്കർ, MS ഗോൽവൽക്കർ, RSSൻ്റെ 2ാമത്തെ പ്രധാനപ്പെട്ട താത്വിക ആചാര്യൻ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് വായിക്കാം. അടുത്ത PP യെസ്, അതിൻ്റെ അടിയിൽ അഹൈന്ദവർ ഭാരതത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ഗോൽവൽക്കർ വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹിന്ദുസ്ഥാനിലെ അഹൈന്ദവർ ഹിന്ദു സംസ്കാരവും ഭാഷയും സ്വീകരിക്കണം. ഹിന്ദുമതത്തെ ബഹുമാനിക്കാനും പൂജിക്കാനും പഠിക്കണം. ഹിന്ദു വംശത്തെയും സംസ്കാരത്തെയും സ്തുതിക്കുന്നത് വിട്ട് മറ്റൊന്നും അവർ ചെയ്യരുത്. അതായത് ഈ രാജ്യത്തോട് അസഹിഷ്ണുതയോ നിന്ദയോ ഉളവാക്കുന്ന മനോഭാവം ഉപേക്ഷിക്കണമെന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ പാരമ്പര്യങ്ങളോട് സ്നേഹവും കൂറും പുലർത്തണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവർ ഈ രാജ്യത്തെ വിദേശീയരായിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ഹിന്ദു രാഷ്ട്രത്തിന് പൂർണ്ണമായും അധീനപ്പെട്ട് കഴിയണം. അവർ പ്രത്യേക ആനുകൂല്യങ്ങൾക്കോ പരിഗണനയ്ക്കോ വേണ്ടി മുറവിളി കൂട്ടാൻ പാടില്ല. എന്തിനേറെ പറയുന്നു, പൗരനെടുത്ത അവകാശങ്ങൾക്ക് പോലും അവർക്ക് നിഷേധിക്കപ്പെടും. ഇത് ആര് പറഞ്ഞതാ? ഗോൽവൽക്കറാണ്. ഞാൻ RSSകാരുമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചില ഡിബേറ്റുകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അവരോട് പലപ്പോഴും പറയാറുണ്ട്. ഈ അടുത്ത നാളുകളിൽ പോലും അവരോട് പറഞ്ഞു, എൻ്റെ ചേട്ടന്മാരെ, നിങ്ങളുടെ ഈ 2 പുസ്തകങ്ങളിലും ഇപ്പോൾ ഒരു സവർക്കറിൻ്റെ കാര്യം പറഞ്ഞു, സവർക്കർ ഞങ്ങളുടെ അല്ല, അത് മുമ്പത്തെയാണെന്നാണ് പറയും. അപ്പോൾ ഞാൻ MS ഗോൽവാൾക്കറോ, നിങ്ങളുടെ താത്വിക ആചാര്യനല്ലേ, 2ാമത്തെ ടീം, ഈ എഴുതിയ സാധനം നിങ്ങൾക്ക് മാറ്റി വേറെ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നാളെ മുതൽ ട്രൗസർ ഇട്ടിട്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങാമെന്ന്. നമ്മളല്ലെങ്കിലും ട്രൗസർ ഇടണം, ഒരെണ്ണിട്ടുണ്ട്, പിന്നെ കുഴപ്പം. ഫോട്ടോ കളിക്കില്ല, നല്ല സൂപ്പറായിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഇവർ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ഇവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികളിൽ 1, 2, 3 ചെറുതായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഹിന്ദു മതത്തിൽ നടക്കുന്ന, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹിന്ദു വർഗീയതയെക്കുറിച്ച് പറയുന്നത്, 3 രീതിയിലാണ്, അത് ഞാനിടയ്ക്ക് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, 3 രീതിയിലാണ് നവോത്ഥാന ആശയങ്ങളുടെ പിന്മടക്കം നടക്കുന്നത്.
നമ്മൾ നേരത്തെ കണ്ടത് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നവോത്ഥാന ആശയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും ജാതി നോക്കാതെ, വർഗം നോക്കാതെ, ലിംഗം നോക്കാതെ, ഭാഷ നോക്കാതെ എല്ലാവർക്കും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, വ്യക്തിക്ക് പ്രാധാന്യം, യുക്തിക്ക് പ്രാധാന്യം, ശാസ്ത്രത്തിന് പ്രാധാന്യം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പൊതുനന്മ, മാനവികത ലക്ഷ്യം വെച്ച് നീങ്ങുന്നതാണ് നവോത്ഥാനമെങ്കിൽ 2-3 തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് കേരളത്തെ ഈ നവോത്ഥാനത്തിൻ്റെ പിന്മടക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊന്ന് മതമൗലികവാദമാണ്, മറ്റൊന്ന് മതതീവ്രവാദമാണ്, മൂന്നാമത്തേത് മതവർഗീയവാദമാണ്. ഈ 3 വാക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ 3 വാക്കുകൾ നിങ്ങളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് മൗലികവാദം? വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളോട് തീവ്ര പ്രതിപത്തി പുലർത്തുന്നതാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളോട് തീവ്രമായ സ്നേഹം കാണിക്കുന്നവരാണ്. അത് തെറ്റാണോ? നമുക്കല്ല, നമ്മൾ വിശ്വാസമുണ്ട്, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് നമുക്ക് സ്നേഹമുണ്ട്, സ്നേഹം ഉണ്ടാകണം. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദിമ വിശുദ്ധിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു വാദമാണ് പ്രശ്നമാക്കുന്നത്. അത് ശുദ്ധമായി പാലിക്കപ്പെടണം എന്നുള്ളതാണ്. ആരാണ് ഈ ആദിമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യം എന്നുള്ളത് ആരാണ് നിർവചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്നവർ നിർവചിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. ഈ മൗലികമായ വാദം, മൗലികം എന്ന് പറയുന്ന വാക്ക് വളരെ നല്ലതാണ്, അത് അടിസ്ഥാനമാണ്, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്, വേണ്ടതാണ്, നമ്മുടെ വേരാണ്. പക്ഷേ അതിനോടുള്ള തീവ്രമായ പ്രതിപത്തി, അന്ധമായ സ്നേഹം കൊണ്ട് നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ തുറന്നു ചിന്തിക്കുന്നവരോട് അത് ഏറ്റവും കലഹം സൃഷ്ടിക്കുന്നു. ഇനി മത തീവ്രവാദം എന്ന് പറയുന്നത് അല്പം കൂടി ഡിഫറൻ്റാണ്. ഫനാറ്റിസിസം, നേരത്തെ പറഞ്ഞത് ഫണ്ടമെൻ്റലിസമാണ്. നമ്മുടെ നാട്ടിൽ ഈ എല്ലാ പദങ്ങളും കൂട്ടിക്കുഴച്ചാണ് പലരും ഉപയോഗിക്കുന്നത്. വലിയ വലിയ പ്രസംഗകരൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞാണ്. ഫനാറ്റിസിസം എന്ന് പറയുന്നത്, തീവ്രവാദം എന്ന് പറയുന്നത് മറ്റൊരു മതത്തിനെതിരെ നടത്തുന്ന ആക്രമണോത്സുകമായ ദർശനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. താൻ സ്വന്തമാക്കിയ വീക്ഷണങ്ങളോ മറ്റുള്ളവരും കൂടി സ്വീകരിക്കണമെന്നും അവരെ അംഗീകരിപ്പിക്കാൻ ഏതു മാർഗം വരെ പോകാമെന്നും തീ പിടിച്ച ആത്മാക്കളെ പോലെ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ പറയുന്ന ടീമുകളാണ് ഈ മത തീവ്രവാദികൾ. അവർ ആണ് മറ്റു മതങ്ങളിലേക്ക്, എതിർപ്പിലേക്ക് നീങ്ങുന്നത്. ഇനി മതവർഗീയവാദം എന്ന് പറയുന്നത് മൂന്നാമത്തേതോ, അവർ ശരിക്കും മതത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല. അവർക്കുള്ളത് രാഷ്ട്രീയമായ ലക്കുകളാണ്, സാമ്പത്തികമായ ലാക്കുകളാണുള്ളത്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ സൗകര്യങ്ങൾ, നേട്ടങ്ങൾ നേടിയെടുക്കാൻ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഒരു ലേബൽ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് മതവർഗീയവാദികൾ. ഇങ്ങനെ 3 ഗ്രൂപ്പുകാർ എനിക്ക് തോന്നുന്നു കിട്ടിയെന്ന് തോന്നുന്നു ഇല്ലേ? നിങ്ങൾക്ക് 3 വ്യത്യാസം കിട്ടിയോ? ഒന്ന് മതമൗലികവാദികൾ, ഒരു മതത്തിൻ്റെ മൗലികമായ അടിസ്ഥാനമായ തത്വങ്ങൾ അതേ ശുദ്ധിയോടുകൂടെ ഒരു മാറ്റവും വരാതെ സൂക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്നവർ, അതിനുവേണ്ടി അതിനോട് യോജിക്കാത്ത എല്ലാവരെയും എതിർക്കുന്നവർ, ഏത് അക്രമത്തിനും തയ്യാറാകുന്നവർ. മത തീവ്രവാദികൾ എന്ന് പറയുന്നാൽ എൻ്റെ മതവിശ്വാസത്തിന് ചേരാത്ത വേറൊരു വിശ്വാസം സ്വീകരിക്കുന്നവരെല്ലാം നശിച്ചു പോകണമെന്നും അവരെ ആക്രമിക്കണമെന്നും അവരെ നിർബന്ധിച്ച് എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്നും വിചാരിച്ച് ശാന്തി കിട്ടാതെ പ്രവർത്തിക്കുന്ന ഒരു രീതി. മതവർഗീയവാദം എന്ന് പറയുന്നത് അവർക്ക് മതത്തിലോ ദൈവത്തിലോ വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അവരുടെ ലക്ഷ്യം സാമ്പത്തികവും രാഷ്ട്രീയവും മാത്രമാണ്. ഇങ്ങനെയുള്ള 3 പ്രവണതകൾ കേരളത്തിൽ നടക്കുന്നതിലൂടെയാണ് നമ്മുടെ നാട്ടിൽ നവോത്ഥാനത്തിൻ്റെ പിന്മടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹിന്ദു സമുദായത്തിലുള്ള ഈ മതവർഗീയവാദത്തിൻ്റെ നാൾവഴികൾ ചെറിയ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. അതിൽ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ അതിൽ സൂചിപ്പിക്കാം. അവരുടെ അല്ലെങ്കിൽ അത് പിന്നീട് ഞാൻ വിടാം. സമയം ഇപ്പോൾ അതിന് ഞാൻ ഉണ്ടാവുന്ന സമയം ഉണ്ടാവുമോ? എനിക്ക് സമയം എന്തോരം ഉണ്ടാച്ചാൽ 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ് ഉണ്ട്. അടുത്ത് നമുക്ക് ഇസ്ലാം സമുദായത്തിലേക്ക് കിടക്കാം. മുസ്ലിങ്ങളുടെ ഇടയിൽ നടന്ന എന്താണ് സംഭവിച്ചത്? ഇപ്പം നമ്മൾ ഹിന്ദുക്കളുടെ കണ്ടു. ഈ കേരളത്തിലെ
മുസ്ലിം ക്രിസ്ത്യനും ഞാൻ ഒരുമിച്ച് പറഞ്ഞു പോവുകയാണ്. മുസ്ലിം ക്രിസ്ത്യൻ വർഗീയത വർദ്ധിക്കാൻ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം മതമൗലികവാദവും മതതീവ്രവാദവും മതവർഗീയവാദവും വർദ്ധിച്ചു വരാനുണ്ടായ ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ആഗോളീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആഗോളീകരണം എന്നുള്ള വാക്ക്, ഗ്ലോബലൈസേഷൻ, അതിലൂടെ വന്ന സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ എല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ 62-ൽ ജനിച്ചു, 80-കളിൽ ഞാൻ മേജർ സെമിനാരിയിലേക്ക് വന്നു, 86-ൽ എനിക്ക് പട്ടം കിട്ടി. അപ്പോൾ ചെറുപ്പനാളിൽ എൻ്റെ ചിറ്റാട്ടേരെ ഗുരുവായൂർ ഭാഗത്തൊക്കെ ഞാൻ താമസിക്കുമ്പോൾ എനിക്കറിയാം, അന്ന് ഇവിടേക്കുള്ള നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ മാതാപിതാക്കളൊക്കെ അങ്ങനെയായിരുന്നു. കൃഷി കച്ചവടം, ക്രിസ്ത്യാനിക്ക് ചേർന്നത് കൃഷി കച്ചവടമാണ് ഇല്ലേ? കാഞ്ഞിരപ്പള്ളി പാല സൈഡ് നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല മണ്ണും അവിടെ രണ്ട് സൈഡിലും, മലബാറിൽ ചെന്ന നമ്മൾ കണ്ടാലും ഇവിടെ ചെന്നാലും, അന്നാണല്ലോ നമ്മുടെ വടക്കുള്ള രൂപതകളൊക്കെ നമുക്ക് വളർന്നത്. അത് മലങ്കര ആയാലും നമ്മളായാലും നടുക്കിൽ മുഴുവൻ കച്ചവടമൊക്കെ. കോട്ടയം ടൗണുകളോട് ബന്ധപ്പെട്ട് എറണാകുളം, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, അങ്ങനെ പോകുന്ന കോഴിക്കോട് വരെയുള്ള ഒരു ഭാഗങ്ങളിൽ ഇവിടെ രണ്ട് സ്ഥലത്തുമാണ് നമ്മുടെ കാരണവന്മാരെ ആദ്യം ശ്രദ്ധിച്ചിരുന്നത് കൃഷി കച്ചവടം, ചെറുകിട. എന്നാൽ 1970-കളായപ്പോൾ ചെറിയൊരു മാറ്റം നമ്മൾ കണ്ടിരുന്നു. എൻ്റെ നാട്ടിലൊക്കെ, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എല്ലാവരും ഗൾഫിലേക്ക് പോകാൻ തുടങ്ങി. ഗൾഫിൽ പോയി ജോലി കിട്ടിയാൽ ഇരട്ടി ശമ്പളം, തിരിച്ചു വന്ന് വലിയ വലിയ വീടുകൾ പണിയാൻ തുടങ്ങി. ആദ്യം മുസ്ലിം പണിതു, പിന്നെ നമ്മൾ പണിതു. 1990-കളിലെ യുദ്ധം ഗൾഫ് മേഖലയിൽ, അതോടുകൂടെ ഗൾഫ് എന്ന് പറയുന്ന സ്വപ്നം ഇതാ കുറേശ്ശെ പൊലിയുകയാണ്. ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങി. മാത്രമല്ല, ക്രിസ്ത്യാനി അല്പം കൂടി വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഒരു ബോധം വീണു. ഈ ഗൾഫൊന്നും അധികം നാൾ പോവില്ല, എണ്ണ അധികം നാൾ ഓടൂല, അത് തീരും. നമ്മൾ അവിടെ പോയി ഈ കഠിന ജോലി ചെയ്ത് ഇവിടെ ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വ്യവസായവൽക്കരണത്തിൻ്റെ, വിവരസാങ്കേതിക വിദ്യയുടെ, ശാസ്ത്രത്തിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ജോലികളിലേക്ക് നമ്മൾ ചേക്കേറിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇതാ പിന്നാക്കം പോകുമെന്ന് നമ്മുടെ പാവപ്പെട്ട, നമ്മുടെ കാരണവന്മാരായ കർഷകരായ നമ്മുടെ അപ്പച്ചന്മാരും കച്ചവടം ചെയ്തിരുന്ന നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മനസ്സിലാക്കാൻ തുടങ്ങി. ആ അവസരത്തിലാണ് നമ്മൾ ഗൾഫ് ഏതാണ്ട് നിർത്തിയിട്ട് ഒരു 90-കൾക്ക് ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ആളുകൾ പാശ്ചാത്യ നാടുകളിലേക്ക് കയറുകയാണ്. ഒരുപക്ഷെ മാർത്തോമാ സഭയിലെ തിരുവല്ല, ഈ കോട്ടയം, ഈ ഏരിയകളിലുള്ള പ്രത്യേകിച്ചും മാർത്തോമ, മലങ്കര, ആ സഭകളിൽ നമ്മുടെയും കുറച്ച് പേരൊക്കെ ഈ ഉള്ള ആളുകൾ പണ്ട് നേഴ്സിങ്ങിലൂടെ ഓൾറെഡി സ്റ്റേറ്റ്സിലേക്കും, കോട്ടയം രൂപത പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നേ കൂട്ടി അങ്ങോട്ട് നീങ്ങിയിരുന്നു. ആ വഴിയെയാണ് ബാക്കി എല്ലാവരും പിന്നെ കുറേശ്ശെ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ 2000 ആണ്ട് ആയപ്പോഴേക്കും നമ്മുടെ AK ആൻ്റണി സ്വാശ്രയ സ്ഥാപനങ്ങൾ കൂടി തുടങ്ങിയോടുകൂടെ നമ്മുടെ മുഴുവൻ പരിശ്രമവും ഈ എൻജിനീയറിങ്ങും ഇതിലേക്കൊക്കെ നീങ്ങുവാണ്. പഠിച്ചവർ പുറത്തേക്ക് പോയി. ഇങ്ങനെ സംഭവിച്ചപ്പോൾ മറിച്ച് സംഭവിച്ചൊരു കാര്യം എന്താണ്? ഇവിടുത്തെ മുസ്ലിം, ഗൾഫിൽ സെറ്റിൽഡ് ആവാത്ത മുസ്ലിം അവിടെ കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മലബാറിലൊക്കെ, ഞാൻ അന്ന് മുതലേ ഈ ബൈക്ക് യാത്രക്കാരനാണ്. 97-ൽ ഇവിടെ വന്ന് ആലുവയിൽ സ്റ്റാഫിൽ കയറി അന്ന് മുതലും പണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ മലബാർ എന്നും കാണാൻ പോകാറുണ്ട്. അതുപോലെ ഇടുക്കി കുന്നും മല ഭയങ്കര ഇഷ്ടമാണ്. മലബാറിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നു പൂവാറന്തോട്, അങ്ങനെ പാണത്തൂർ, ആ ഏരിയയിലൊക്കെ ആദ്യം നമ്മുടെ ചേട്ടന്മാർക്ക് ഉണ്ടായിരുന്ന സ്ഥലം, ആ സ്ഥലം മുഴുവൻ നമ്മുടെ ചേട്ടന്മാരെ വിറ്റ് മുസ്ലിങ്ങൾ അത് പൊന്നു വിലയ്ക്ക് മേടിച്ച് നമ്മൾ താഴെ ചമ്പൻ തൊട്ടി ഇങ്ങനെ കീഴ്പോട്ടേക്കൊക്കെ പോകുന്ന 10 സെൻറ്റ് 20 സെൻറ്റ് പള്ളിക്കൂടത്തിൻ്റെ അടുത്ത്, ആശുപത്രിയുടെ അടുത്ത് കുട്ടികളെ CBSE സ്കൂളിലേക്ക് വിടണം. ആ അവസരത്തിൽ നടന്നൊരു കാര്യം നമ്മൾ ഓർത്തില്ല. നമ്മുടെ കയ്യിലുള്ള ഭൂമി മുഴുവൻ കുറച്ച് നാൾ കൊണ്ട് മുസ്ലിമിൻ്റെ കയ്യിലെത്തി. അവൻ്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ. ആ പൈസ കൊണ്ട് അവൻ അവരുടെ കുട്ടികളെയും കൂടി പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ മുസ്ലിങ്ങൾ വളരെ ഉയർന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലത്തും അവർ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് പഠിപ്പിച്ച ആളുകളെ ചേർക്കാൻ തുടങ്ങി. ഒപ്പം വേറൊരു കാര്യം കൂടി ചെയ്തു, നമ്മൾ കുട്ടികളെ കുറച്ച് കൊണ്ടുവന്നു. ഇവിടെയൊക്കെ ചില മിഷണറി ദേശത്ത് സിസ്റ്റേഴ്സ് പോലും നടന്നു. സിസ്റ്റേഴ്സ് ആരും ഇവിടെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടുക്കി ദേശത്തൊക്കെ ഇന്ന് കേട്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വാഴ വെച്ച് കഴിഞ്ഞാൽ 3 കന്ന് മുളച്ചാൽ
നമ്മൾ ഒരെണ്ണത്തിനല്ലേ വളർത്തുള്ളൂ, ബാക്കിലെല്ലാം ചവിട്ടിക്കളയില്ലേ മക്കളെ? അതുപോലെയാണ് നമ്മൾ കല്യാണം കഴിച്ച ഒരെണ്ണത്തിനെ വളർത്താവൂ, ബാക്കിയുള്ളതിനൊക്കെ കാച്ചണം എന്നൊക്കെ പറഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി അങ്ങനെ പോലും പ്രസംഗിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ മക്കളുണ്ടാക്കണമെന്ന് പിന്നീട് പിതാക്കന്മാർ പറയാൻ തുടങ്ങി. നിങ്ങളല്ലേ പണ്ട് പറഞ്ഞ് ഒരെണ്ണത്തിനെ വളർത്തിയാൽ മതിയെന്ന്? നമ്മൾ തന്നെയാണ് ഈ സാധനത്തെ കുറച്ച് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് പറയുന്നുണ്ട്, ഈ ഇടുക്കി പിതാവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിനിമം 5 എണ്ണത്തിനെങ്കിലും ഉണ്ടാക്കണം. നമ്മൾ അച്ഛന്മാരെ കൊണ്ട് വിചാരിച്ചാൽ നമ്മൾ കൊണ്ട് സാധിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യം. ഞാൻ കഴിഞ്ഞ 2019 അവിടെ എറണാകുളത്ത് നടന്ന ഒരു 6 രൂപതകളുടെ വലിയ മിഷണറി കോൺഗ്രിഗേഷൻസിൻ്റെ രൂപതകളുടെയൊക്കെ വലിയ സമ്മേളനത്തിൽ ഞാൻ അങ്ങോട്ട് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ എന്നോട് കുറച്ചൻ പറഞ്ഞു, എൻ്റെ വിൻസെൻ്റെ നീ നോക്കിയടാ, 2000-ഓളം സന്യാസന്മാരാണ് ഇരിക്കുന്നത്. ഇവരൊക്കെ കല്യാണം കഴിച്ചെങ്കിൽ ഇപ്പം തന്നെ എത്രയോ സഭ വളർന്നേനെ. ഞാൻ എൻ്റെ ഗതികേടിനെ അത് തുടക്കമായിട്ട് അത് ആദ്യം പോയി പറഞ്ഞു. അതോടുകൂടെ ഈ ജനം മുഴുവൻ എന്നെ ഇങ്ങനെ. നിങ്ങൾ അതേസമയം ചിന്തിക്കണം കേട്ടോ, ഇതിൽ തന്നെ ഇഷ്ടമില്ലാത്തവർ പോയി കല്യാണം കഴിക്കുക. സെമിനാരിക്കാരോടാണ് ഞാൻ പറഞ്ഞത്. ഒരു 6-7 മക്കളെ ഉണ്ടാക്കുക. പ്രൊക്രിയേഷൻ ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് എവഞ്ചലൈസേഷൻ. കപ്പാസിറ്റി ഉള്ളവരുണ്ടല്ലോ, അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിൽ ഇന്ന് ക്രിസ്ത്യൻ മുസ്ലിം ഈക്വേഷൻസിൽ വന്ന വ്യത്യാസങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ വളരെയധികം സ്ഫോടനാത്മകമായ ഒരു വിഷയത്തിലേക്ക് ഇന്ന് വരാനുണ്ടായ തിരിച്ചു വരാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂസ്വത്തിൽ, വാണിജ്യത്തിൽ, ജനസംഖ്യയിൽ, വിദ്യാഭ്യാസത്തിൽ, രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾ ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കൈവരിച്ച വളർച്ച അഭൂതപൂർവമാണ്. ഈ മതവർഗീയവാദം വളരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സമൂഹം വളരുമ്പോൾ അത് ജനറൽ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറിയാണ്. ഏതെങ്കിലും ഒരു സമൂഹം സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ മേൽഗതി സംഭവിച്ചാൽ നഷ്ടപ്പെട്ടു പോയവരിൽ അത് ഭയമുണ്ടാക്കും, അസൂയുണ്ടാക്കും, മാത്സര്യം ഉണ്ടാക്കും. അതാണ് മതതീവ്രവാദത്തിൻ്റെയും മതമൗലികവാദത്തിൻ്റെയും മതവർഗീയവാദത്തിൻ്റെയും ഇതാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഇന്ന് മുസ്ലിം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു പാക്കറ്റിലാണ് ഇടുന്നത്. പക്ഷെ അതിനുവേണ്ടി ഞാൻ 1-2 ക്ലിപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടാൽ ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, നമുക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇസ്ലാമിൻ്റെ വളർച്ച ഈ കേരളത്തിലുണ്ടായത്. ഈ കാര്യങ്ങൾ വളരെ ഡെലിക്കേറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് പറയാതിരുന്നാൽ ശരിയാവില്ല. കാരണം ഇവിടുത്തെ ഹിന്ദു സമൂഹവും ഇതിൻ്റെ കണക്കുകൾ വളരെ മനോഹരമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് ഈ മതമൗലികവാദത്തിൻ്റെ മതവർഗീയവാദത്തിൻ്റെ വേരുകൾ തുടങ്ങിയത്? നിങ്ങൾ 6ാമത്തെ സെഞ്ചുറിയിലാണ് മുഹമ്മദ് നബി വന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ 2 വിഭാഗങ്ങളാണ് മെയിനായിട്ടുള്ളത്, സുന്നികളും ഷിയാസും. അതിൽ ഷിയാസ് വളരെ കുറച്ചുള്ളൂ, 10-15% ഇറാൻ അങ്ങനെ തുടങ്ങി. ബാക്കി സുന്നീസാണ് കൂടുതൽ. ഈ സുന്നീസിൽ 4 തരത്തിലുള്ള കറൻസ് ഓഫ് തോട്ട്സ് ഉണ്ടായിരുന്നു. 4 തരത്തിലുള്ള കറൻസ് ഓഫ് തോട്ട്സ്. അതൊന്ന് ഹനാഫി, മാലികി, ഹബലി ആൻഡ് അപ്പുറത്തെ സാധനം കാണാനില്ല മോനെ, അവിടെ പോയില്ലേ, ആ സൈഡിൽ ഒരെണ്ണുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. പക്ഷേ ഈ ഹബലിയാണ് നമുക്ക് പ്രാധാന്യം. 8-ാം നൂറ്റാണ്ടിൽ AD 8-ാം നൂറ്റാണ്ട്, അതായത് മുഹമ്മദിൻ്റെ മരണത്തിന് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം സ്ഥാപിച്ച രൂപപ്പെട്ട ഒരു വലിയ ചിന്താധാരയാണ് ഈ ഹബലി. അതിൻ്റെ ഫൗണ്ടർ അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ഖുറാനിൽ ഇല്ലാത്ത, മുഹമ്മദ് പറയാത്ത, നബിയിലൂടെ കിട്ടാത്ത രീതിയിൽ ഈ ഖുറാന് വ്യാഖ്യാനിച്ചത്. ഏത് രീതിയിൽ? പ്യൂരിറ്റനായിട്ടുള്ള ശുദ്ധിവാദത്തിൻ്റെ ഒരാളായിട്ട് വന്നത് അദ്ദേഹമാണ്. ഈ 8-ാം നൂറ്റാണ്ടിൽ വന്ന ആ കാര്യം ഒത്തിരി പേരെ ആകർഷിച്ചു. അതിനുശേഷം 12-ാം നൂറ്റാണ്ടിലായപ്പോഴേക്കും ഇബിൻ തൈമിയ്യ എന്ന് പറയുന്ന
മറ്റൊരു നേതാവിൻ്റെ കാലഘട്ടത്തിൽ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് വീണ്ടും ഒന്നുകൂടി സജീവമായി. പിന്നീടത് അദ്ദേഹം ചെയ്തത് ഇതിന് വലിയൊരു താത്വിക അടിത്തറ കൊടുത്തു. നേരത്തെ ആൾ കൊണ്ടുവന്ന ആ ചിന്തയ്ക്ക് 12-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ചിന്ത മുസ്ലിം രാജാക്കന്മാർ പലരും ഫോളോ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടെ ഒരു രാജഭരണത്തിൻ്റെ രീതിയായിട്ട് അത് മാറി, ഈ അടഞ്ഞ മനസ്ഥിതി. പിന്നീട് അതൊരു ട്രൈബൽ അല്ലെങ്കിൽ മിലിറ്റൻ്റ് ഇസ്ലാമായിട്ട് പിന്നീട് മാറുന്നത് അത് അടുത്ത 18-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. ഈ 18-ാം നൂറ്റാണ്ടിൽ ഇത് ഓൾറെഡി ഗൾഫിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഈ ചിന്താധാര വരുന്നത്. നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലം വരെ തന്നെ ഇങ്ങനെയുള്ള യാതൊരു അകൽച്ചകളും ഇല്ലാതെ കഴിഞ്ഞിരുന്ന നമ്മുടെ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഇന്ന് ഇത്രമാത്രം സ്പർദ്ധ രൂപപ്പെടാനുണ്ടായ പല കാരണങ്ങളിലൊന്ന് നേരത്തെ പറഞ്ഞ സാമ്പത്തികമായ ഈക്വേഷൻസ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, സാമൂഹികമായ ഈക്വേഷൻസ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജനസംഖ്യാനുപാതത്തിൽ വന്ന വ്യത്യാസങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് നമ്മളിലും അവരിലും ഹിന്ദുക്കളിലും ഉണ്ടായ ഈ അസൂയയും അല്ലെങ്കിൽ വിദ്വേഷവും മാത്രമല്ല, അപകർഷതാബോധം മാത്രമല്ല, മുസ്ലിങ്ങളിൽ ചില സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായ അപക്വമായ തെറ്റായ പഠനങ്ങളും അതിന് കാരണമായിട്ടുണ്ട്. അതേതാണെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും മുഹമ്മദ് തുടങ്ങിയും ഖുറാനും എല്ലാം പൈശാചികമാണ് എന്ന് പറയുന്ന വലിയൊരു സാമാന്യവൽക്കരണത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയും അത് ഈ കേരളം ജീവിച്ചു പോകാൻ ആർക്കും സാധിക്കാൻ പറ്റാത്ത ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഈ പുറമേ നിന്ന് ഇവിടെ ആദ്യം ഉണ്ടായത് കേരള മുസ്ലിം ഐക്യ സംഘമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? 1920-ലെ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നു. തുർക്കിയുടെ ചക്രവർത്തിയായിരുന്നു ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളുടെയും അധിപതി എന്നുള്ള ഒരു സ്ഥാനപ്പേരുണ്ടായിരുന്നു. എന്നാൽ ഈ തുർക്കിയിലെ ഈ ഓട്ടോമാൻ സാമ്രാജ്യത്വത്തിന് ഫസ്റ്റ് വേൾഡ് വാറോടുകൂടിയാണ് അത് അവസാനിപ്പിക്കുന്നത്. അലീസിന് അതിൽ വലിയൊരു പങ്കുണ്ട്. അത് നശിപ്പിച്ചതോടുകൂടെ വാസ്തവത്തിൽ എല്ലാ മുസ്ലിങ്ങളിലും ഒരു ഭയം വന്നു. ഇനി ഞങ്ങളുടെ കാര്യം നോക്കാൻ ആളില്ല എന്നുള്ളൊരു ചിന്ത. വാസ്തവത്തിൽ ഈ ഇന്ന് നമ്മുടെ മാർപ്പാപ്പയ്ക്ക് ഉള്ളൊരു റോള് തന്നെ അന്ന് വാസ്തവത്തിൽ ഈ ഓട്ടോമൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ ലോകത്തിലുള്ള 70 രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളുടെ മേൽ ആത്മീയമായ ഒരു ഭരണം നടത്തുന്നു എന്നതിലുപരി രാഷ്ട്രീയമായ ഒരു അധികാരവും ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഓട്ടോമൻ രാജാവിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നോടുകൂടെ എല്ലാ മുസ്ലിങ്ങളിലും ഒരു ഭയം വരികയും അതുവരെ തുടങ്ങാതിരുന്ന രീതിയിൽ എല്ലാ രാജ്യങ്ങളിലും അവരവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ആരംഭിക്കണമെന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതോടുകൂടെയാണ് ജിന്ന ഇന്ത്യയിൽ ആരംഭിച്ചത്. ജിന്നയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇന്ത്യ പാകിസ്ഥാൻ വേണം എന്ന് പ്രത്യേകമായി വാദിച്ച മുഹമ്മദ് ജിന്ന. അതിനോടൊപ്പം കേരളത്തിൽ ആ അവസരത്തിലുണ്ടായ ഒരു മൂവ്മെൻ്റാണ് കേരള മുസ്ലിം ഐക്യ സംഘം. പക്ഷേ അതൊരു ലിബറേറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കണമെന്ന്. പക്ഷെ അത് അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ട്രഡീഷണലായിട്ട് ചിന്തിച്ചിരുന്ന കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരുന്നത്. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് നല്ലതാണ്. അത് വരയ്ക്കൽ മുല്ലക്കായ തങ്ങളാണ് അതുണ്ടാക്കിയത്. പക്ഷെ പിന്നീട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള ഐക്യ സംഘം പിന്നീട് പിളർന്നു. അവിടെയാണ് പ്രശ്നങ്ങൾ മുഴുവൻ. അവർ വളരെ ലിബറേറ്റീവായിട്ടാണ് തുടങ്ങിയതെങ്കിലും 10-12 സമ്മേളനങ്ങൾ കേരളത്തിൽ അവർ നടത്തി ഒരു വിമോചനത്തിൻ്റെ ഒരു സ്വരത്തോടു കൂടെ. പക്ഷെ പിന്നീട് അത് 2 ഗ്രൂപ്പുകൾ അവരെ ആവസിക്കുകയാണ്. ഒന്ന് മൗദൂദിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം, സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ മുസ്ലിങ്ങളിലൂടെ കച്ചവടത്തിലൂടെ യാത്രകളിലൂടെ ഒക്കെ വന്ന് അവർ സ്ഥാപിച്ചതാണ് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളൊന്ന്? എന്നാൽ അതിൻ്റെ അപ്പുറത്ത് വളരെ പാരമ്പര്യവാദികളായിട്ട് നിലനിന്നിരുന്ന ഒരു ചിന്താഗതിക്കാർ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്
അവിടെ രൂപപ്പെടുകയാണ്. ഈ മുജാഹിദിൻ്റെ കൂട്ടാളികളാണ് ഇന്ന് നമ്മൾ സലഫി മുസ്ലിങ്ങൾ എന്നെല്ലാം പറയുന്നതും വഹാബിസം എന്നെല്ലാം പറയുന്നത്. ഈ സമയമായി വരുന്നുണ്ട് അല്ലേ? ഈ വഹാബിസം അല്ലെങ്കിൽ സലഫി എന്ന് പറയുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അവരാണ് ഈ പ്രത്യേകമായ വേഷവിധാനം, തലയിൽ തൊപ്പി, ഒരു പൈജാമ, കുർത്ത, വലിയ താടി, യൂണിഫോം, ഇതെല്ലാം വേണം. അവരുടെ ചിന്ത മുഴുവൻ പരലോകം, മരണം, ഖബർ, ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതിയിലൂടെ ഈ ഇസ്ലാമും ഒരു വലിയ പിന്മടക്കത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലെ നമുക്കിനി പറയാനുള്ളത് വളരെ കുറച്ച് നേരമുള്ളൂ. ഈ രണ്ട് പ്രബല സമുദായങ്ങളിലും നടന്ന ഈ നവോത്ഥാനത്തിൻ്റെ പിന്മടക്കം സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളെയും ബാധിച്ചിട്ടുണ്ട്, ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇനിയും ബാധിക്കും. ഇവിടെയാണ് ഈ സിംബോസിയത്തിൻ്റെയൊക്കെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നവോത്ഥാനത്തിൻ്റെ പിന്മടക്കം എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കുന്നത് ഈ നടന്നുണ്ടായ പിന്മടക്കം നമ്മുടെ ക്രിസ്തീയ സമുദായത്തിൽ നടക്കുക സ്വാഭാവികമാണെങ്കിലും അതാണോ നടക്കേണ്ടത്, അതാണോ ഒരു ക്രിസ്തീയമായ പ്രതികരണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ RSSകാരും ഇവിടുത്തെ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റിൽപ്പെട്ട ഗ്രൂപ്പുകളും ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെയും പരസ്പരം താലോലിക്കുകയും ശക്തിപ്പെടുത്തുകയും മത്സരപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ വലിയ ഒരു പ്രശ്നത്തിൽ നമ്മളെപ്പോലുള്ള ആളുകൾ, കുറച്ചുകൂടി കാര്യങ്ങൾ അവധാനപൂർവ്വം പഠിക്കുന്ന ആളുകൾ, ക്രിസ്തുവിൻ്റെ സുവിശേഷം മനസ്സിലാക്കുന്ന ആളുകൾ, സംസ്കാര സമ്പന്നരായ ആളുകൾ പ്രതിലോമപരമായ നീക്കങ്ങളിലൂടെയല്ല ഇതിനെ ചെറുക്കാനായിട്ട് പരിശ്രമിക്കേണ്ടത്. എപ്പോഴും തീവ്രമായ പക്ഷമുള്ള ആളുകൾ അവർ ക്ഷിപ്രകോപികളാണ്. അവർക്ക് വളരെ പെട്ടെന്ന് റേഞ്ച് കിട്ടുകയും ചെയ്യും, അവർക്ക് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യും. പക്ഷേ അവർ പെട്ടെന്നത് ഭൂരിപക്ഷമാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമങ്ങളും നടത്തും. പക്ഷേ സത്യം അതല്ല. നമ്മൾ അവധാനപൂർവ്വം പഠിക്കേണ്ടത് ഒരു സംസ്കൃതിയും ഒരു ഭൂരിപക്ഷ വർഗീയതയെയോ ന്യൂനപക്ഷ വർഗീയതയെയോ മറ്റൊരു വർഗീയതയോ കൊണ്ട് തടയിടാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ ഇവിടെ നവോത്ഥാന പരിശ്രമങ്ങൾ ഒന്നും നടക്കുകയില്ല. നവോത്ഥാന പരിശ്രമങ്ങൾ നടക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ, ക്രിസ്തു പഠിപ്പിച്ച സ്വാതന്ത്ര്യം, സത്യം, സമത്വം, ശത്രു സ്നേഹം വരെ നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ഉമ്മൻചാണ്ടി സാറ് എനിക്ക് തോന്നുന്നു നമ്മളെ ഏത് മത നേതാവിനേക്കാൾ ഏറ്റവും മനോഹരമായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ച, ജീവിച്ച് പ്രസംഗിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു. കബറടക്കത്തിലേക്ക് കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങൾ അവിടേക്ക് ഇത്രമാത്രം ഓടിക്കൂടുന്നുണ്ടെങ്കിൽ, ഇന്ന് ടൂറിസ്റ്റുകാർ പോലും അതൊരു സ്കോപ്പായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഈ 50 കൊല്ലക്കാലം, നിങ്ങളുടെ ഇവിടെ തൊട്ടടുത്താണല്ലോ, നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയി അന്വേഷിക്കാം, ഒരു ജാതിയോ മതമോ നോക്കാതെ മനുഷ്യനെ മാത്രമായിട്ട് കണ്ടുകൊണ്ട്, അത് പാർട്ടി പോലും നോക്കാതെ അദ്ദേഹം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു എന്നുള്ളത് തന്നെയാണ് വാസ്തവത്തിൽ. നൈരന്തര്യമായിട്ട് ഈ കേരള സംസ്കാരത്തെ പരിവർത്തിതപ്പെടുത്താൻ, ഈ സംസ്കൃതിയെ പിന്മടക്കത്തിൽ നിന്ന് പുറകേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുക വളരെ ക്രിയാത്മകമായ ഭാവാത്മകമായ സംഭാഷണങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, വേണ്ടപ്പെട്ട അധികാരികൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഒരുമിച്ച് പഠിച്ച് അത് സംസാരിച്ച് ജനങ്ങളിലേക്കും റോഡുകളിലേക്കും അത് വ്യാപിപ്പിക്കാതെ കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള വലിയ ഒരു കർമ്മശേഷിയാണ്, ആത്മീയമായ ആഴമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ സമയമായതുകൊണ്ട് നിർത്തുകയാണ്. ആ ഭാഗത്ത് പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ടാവും. നിങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിച്ചുകൊള്ളാം. ഇന്ന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും പറയാനുണ്ട്. പ്രധാന മണിപ്പൂർ എത്രയോ വർഷം മുമ്പ് RSS പയറ്റിയ അതേ തന്ത്രമാണ്. എവിടെയാണ് അവർ ഒരിക്കലും ഒരു RSSകാരനെ മുന്നിൽ നിർത്തി ഒരു വഴക്കും തുടങ്ങാറില്ല. ബജരംഗുകാർക്ക് തലയിൽ വിവരമില്ല, 10ാം ക്ലാസ്സിൻ്റെ താഴെയാണ്. പക്ഷെ അവരെപ്പോഴും രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള അടിയാണ് തുടങ്ങുക. അവരെ തമ്മിൽ അടുപ്പിച്ച് അതിന് ശേഷം അത് തനിക്കാക്കി വെടക്കാക്കുക എന്നുള്ളൊരു തന്ത്രമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തന്ത്രങ്ങളെക്കുറിച്ച്, ഇതിനുള്ള മറുതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം 1 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അതുതന്നെ ധാരാളമാണ്. സഹർഷം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്.
ഞാൻ വളരെ ഒരു ഔദ്യോഗികമായ ഭാഷയിലല്ല സംസാരിച്ചത്. ഒരു നീണ്ട പ്രഭാഷണമായതുകൊണ്ട് അല്പം ക്ലാസ് ടൈപ്പിലേക്കും ഇത് കൊണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, സംശയങ്ങളുണ്ടാകും. ഒരടുത്ത നല്ല ഡയലോഗിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും, ഒരുമിച്ച് ചിന്തിക്കാൻ സാധിക്കും എന്ന പ്രത്യാശയോടുകൂടെ ഈ അവസരത്തിന് വലിയ മനസ്സ് കാണിച്ച ഇതിൻ്റെ എല്ലാവരോടും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു.